നീ ഇല്ലാതെ ഞാനില്ല. വിതൗട്ട് യു ഐ ആം നത്തിങ്. കോട്ടയത്തിലെ ഒരു ശാന്തമായ കോളേജിൽ പഠിച്ചിരുന്ന 2 യുവാക്കളായിരുന്നു ആദിത്യനും മീരയും. അവരുടെ സൗഹൃദം ആദ്യ ദിവസം തന്നെ ആരംഭിച്ചു. ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കുക, ലൈബ്രറിയിൽ ഒരുമിച്ച് പഠിക്കുക, കോളേജ് കഴിഞ്ഞ് മഴയിൽ നടന്ന് സംസാരിക്കുക, ഇവയൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. മീര വളരെ സന്തോഷമുള്ള പെൺകുട്ടിയായിരുന്നു. അവളുടെ ചിരി കേട്ടാൽ ചുറ്റുമുള്ള എല്ലാവരും സന്തോഷമനുഭവിക്കും. ആദിത്യൻ അത്ര സംസാരിക്കുന്ന ആളല്ലായിരുന്നു. പക്ഷേ മീരയോടൊപ്പമായാൽ അവൻ മുഴുവനായി മാറും. ദിവസങ്ങൾ കടന്നപ്പോൾ അവരുടെ സൗഹൃദം ഗാഢമായ പ്രണയമായി മാറി. ഒരു ദിവസം കോളേജ് ക്യാമ്പസിലെ വലിയ വൃക്ഷത്തിന് കീഴിൽ നിൽക്കുമ്പോൾ ആദിത്യൻ മീരയോട് പറഞ്ഞു, മീര, ഞാൻ ജീവിതത്തിൽ എന്താകുമെന്നെനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, നീയില്ലാതെ എന്റെ ജീവിതം ഞാൻ ചിന്തിക്കാൻ പോലും കഴിയില്ല. മീരയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു, ആദിത്യ, നീ എവിടെയായാലും ഞാൻ നിന്റെ കൂടെയുണ്ടാകും. അത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളിലൊന്നായിരുന്നു. പക്ഷേ ജീവിതം എല്ലായ്പ്പോഴും ഒരേപോലെ നിൽക്കില്ല. കോളേജ് കഴിഞ്ഞ ശേഷം ആദിത്യന് വിദേശത്ത് ജോലി ലഭിച്ചു. അത് വലിയ അവസരമായിരുന്നു. പക്ഷേ അതിനർത്ഥം അവൻ മീരയിൽ നിന്ന് അകന്നിരിക്കണം എന്നതാണ്. ആ ദിവസം അവർ കടൽ തീരത്ത് കണ്ടുമുട്ടി. മീര ചോദിച്ചു, നീ പോകുമോ? ആദിത്യൻ നിശബ്ദമായി പറഞ്ഞു, അതെ, പക്ഷെ ഞാൻ തിരികെ വരും. കാരണം എന്റെ ജീവിതം ഇവിടെ തന്നെയാണ്, നിനക്കൊപ്പം. മീര അവന്റെ കൈ പിടിച്ചു. ഞാൻ കാത്തിരിക്കും. ആദിത്യൻ വിദേശത്തേക്ക് പോയി. ആദ്യത്തിൽ അവർ ദിവസവും സംസാരിച്ചിരുന്നു. ഫോൺ കോളുകൾ, മെസ്സേജുകൾ, വീഡിയോ കോളുകൾ. പക്ഷേ സമയം കടന്നപ്പോൾ ജീവിതം തിരക്കേറിയതായി. ഒരു ദിവസം മീരയ്ക്കൊരു അപകടം സംഭവിച്ചു. അവൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അവളുടെ സുഹൃത്ത് ആദിത്യനെ വിളിച്ചു. ആദിത്യൻ ആ വാർത്ത കേട്ടപ്പോൾ ഉടനെ നാട്ടിലേക്ക് തിരിച്ചു. ആശുപത്രിയിൽ എത്തിയപ്പോൾ മീര അവനെ കണ്ടു. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു, നീ വന്നോ? ആദിത്യൻ അവളുടെ കൈ പിടിച്ചു. ഞാൻ നിന്നെ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. മീര ചിരിച്ചു. എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ആ നിമിഷം ആദിത്യൻ മനസ്സിലാക്കി, പ്രണയം ദൂരത്തെയും സമയത്തെയും തോൽപ്പിക്കും. കാരണം യഥാർത്ഥ പ്രണയമെന്നത് ഒരാളുടെ ജീവിതത്തിൽ മറ്റൊരാൾ ശ്വാസം പോലെയാവുകയാണ്.